വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷമുള്ള ആദ്യ പകലിൽ അതിർത്തി ഗ്രാമങ്ങൾ ശാന്തമാണ്. കുൽഗാം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ജമ്മുകശ്മീർ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഭീകരവിരുദ്ധ പരിശോധന നടക്കുന്നുണ്ട്. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയ്ക്ക് ഇടപെട്ടുവെന്ന് ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിനിടെ രംഗത്തെത്തുകയും ചെയ്തു. ഒരിക്കൽ കൂടി നമ്മുടെ പ്രതിനിധികളിലേക്ക് പോകുന്നു. ബൽറാം നെടുങ്ങാടിയിലേക്കാണ്. ആദ്യം ശ്രീനഗറിലാണ് ബൽറാം ഉള്ളത്. ബൽറാം, നേരത്തെയൊക്കെ ശ്രീനഗറിൽ നമുക്ക് ചില കാഴ്ചകളൊക്കെ കാണാൻ കഴിഞ്ഞു. അത് ആശാവഹമായ കാഴ്ചകളാണ്, നമുക്കൊക്കെ സന്തോഷം നൽകുന്ന കാഴ്ചകളാണ്. പതിയെ സാധാരണ നിലയിലേക്ക് എത്തുകയാണ്. അവിടെ ആളുകൾ ഒക്കെ നമ്മളോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. വിനോദസഞ്ചാരികൾ ഇനി മടങ്ങി എത്തേണ്ടുന്നതുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അനുജ, കശ്മീർ ഇന്ന് പകൽ അത് സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. ആളുകളുടെ ആശങ്ക പൂർണ്ണമായും അടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ അത് മാറിക്കൊണ്ടിരിക്കുന്നു ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പതിയെ പതിയെ സജീവമായി വരികയാണ് തെരുവുകൾ. ആളുകൾ ആശങ്ക, കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ആശങ്കയാണ് ഏറ്റവും കനത്തത്. ഈ സംഘർഷ ദിവസങ്ങൾക്കിടെ ഈ സംഘർഷം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് ഈ ശ്രീനഗർ നഗരത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആശങ്കയുള്ള നിമിഷങ്ങൾ കടന്നുപോയത്. അത് ജനങ്ങളിൽ ഒരു ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്, കടുത്ത ഭയം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നേരം പുലരുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു. പതിയെ കടകളും കമ്പോളങ്ങളും സജീവമായി വരുന്നു. ആളുകൾ തെരുവിലിറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. അതിർത്തികൾ പൂർണ്ണമായും ശാന്തമാണ് എന്ന വാർത്തകൾ അവരിലേക്ക് എത്തുമ്പോഴാണ് അവർ അത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കുന്നത്. ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് അവരുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് അവർ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കശ്മീരിലെ ജനത സ്ഥിരമായി സംഘർഷം കാണുന്ന ഒരു ജനതയാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന ആളുകളാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ തെരുവുകൾ ഏതാണ്ട് സജീവമായിരിക്കുന്നു, സാധാരണ നിലയിലേക്ക് എത്തുകയാണ് അനുജ. ഈ വിനോദസഞ്ചാരികൾക്ക് അപ്പുറം ഇപ്പോഴും കശ്മീരിൽ ഈ കഴിഞ്ഞ 4-5 ദിവസങ്ങളുടെ സംഘർഷത്തിനിടെ തന്നെ ഇവിടെ വ്യാപാരം, വ്യവസായങ്ങൾ നടത്തിയിരുന്ന കശ്മീരിന് പുറത്തുള്ള ആളുകൾ, അവർ പോലും ഇവിടെ നിന്നും വിട്ടുപോയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. അതുകൊണ്ട് തന്നെ പല കടകളും സ്ഥാപനങ്ങളും ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. അവ കൂടി തുറക്കേണ്ടതുണ്ട്. കൂടാതെ വിനോദസഞ്ചാരികളും എത്തേണ്ടതുണ്ട്. ഇതൊക്കെ തന്നെയാണ് കശ്മീരിലെ ജനങ്ങൾ നമ്മളോട് ഇന്ന് രാവിലെ കാണുമ്പോഴും നമ്മൾ അവരോട് ചോദിക്കുമ്പോഴും അവർ പങ്കുവയ്ക്കുന്ന കാര്യങ്ങളും. വിനോദസഞ്ചാരികൾ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും ഇവിടേക്ക് എത്തിയിരുന്നു കുറേ പേരെങ്കിലും. ഒരു ആശങ്കയുണ്ടായിരുന്നെങ്കിലും അടച്ചിടാത്ത മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സജീവമായി വരുന്നതിനിടെയാണ് വീണ്ടും ഇത്തരം ഒരു സംഘർഷത്തിലേക്ക് പോവുകയും ഇപ്പോൾ നിലവിലിപ്പോൾ സ്ഥിതിഗതികൾ ശാന്തതയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ നിലയിലേക്ക് എത്രയും വേഗം കശ്മീർ വരണം, അല്ലെങ്കിൽ ശ്രീനഗർ വരണം എന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അവർ അതിനായി അവരുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ തീർച്ചയായും ഉണ്ടാകുമെന്ന ഉറപ്പും അവർ പറയുന്നുണ്ട്. കാരണം വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഇവിടെ ബഹുഭൂരിഭാഗവും ആളുകൾ. നേരിട്ടോ അല്ലാതെയോ വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തേണ്ടത് അവരുടെ ആവശ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കശ്മീരികൾ സാധാരണ നിലയിലേക്ക് എത്രയും വേഗം തന്നെ എത്തും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. ഒപ്പം അതീവ ജാഗ്രത തുടരുകയാണ് അതിർത്തിയിൽ. ഇത്തരത്തിൽ സമാധാനപരമായ ഒരു പകൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും അതിർത്തിയിൽ സൈന്യം കടുത്ത ജാഗ്രത തുടരുകയാണ്. പ്രത്യേകിച്ച് ഷെല്ലിംഗ് ഉൾപ്പെടെ ഇന്നുണ്ടായിട്ടില്ല. ഉറിയും മെന്തർ അടക്കമുള്ള ഇടങ്ങൾ എല്ലാം ശാന്തതയിലാണ് ഇതുവരെയും. കൂടാതെ നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ കനത്ത പോലീസ് വിന്യാസം ഉണ്ട്. അർദ്ധസൈനിക വിഭാഗങ്ങളെയും പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അടക്കമുള്ള നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളും അതീവ ജാഗ്രതയിൽ തന്നെ ഈ ഘട്ടത്തിലും തുടരുകയാണ് അനുജ. അതാണ്, അതിർത്തി മേഖലകളൊക്കെ ശാന്തമാണ്. രാത്രിക്ക് ശേഷം ഒരു തരത്തിലും ഉള്ള ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായതായി ഒന്നും റിപ്പോർട്ടുകളില്ല. പക്ഷേ കനത്ത ജാഗ്രത തുടരുന്നുണ്ട്. ജമ്മുകശ്മീരിൽ ഭീകരർക്കായുള്ള പരിശോധന അത് മറ്റൊരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ജമ്മുകശ്മീരിൽ ഏറ്റവും പുതിയ വിശദാംശങ്ങളിലേക്കാകും പോകുന്നത്.